ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ദരിദ്രരുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണഫലം കേരളത്തിലെ ജനങ്ങൾക്കും ലഭിച്ചതായി പ്രധാനമന്ത്രി. കേരളത്തിന് അനുവദിച്ച അമൃത് ഭാരത് എക്സ്പ്രസുകൾ ഉൾപ്പെടെ 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതിയ ട്രെയിനുകൾ സംസ്ഥാനത്തിന്റെ യാത്രാ സൌകര്യം വലിയ തോതിൽ മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ഇന്ന് രാജ്യം പരാക്രം ദിവസ് ആചരിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് ഒഡീഷയിൽ നടക്കുന്ന പരിപാടിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഗതാഗത ആവാസ വ്യവസ്ഥയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ധാരണയായി. ഇന്ത്യ ന്യൂസിലൻഡ് ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് റായ്പൂരിൽ നടക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. തിരുവനന്തപുരത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത ട്രെയിനുകൾ സംസ്ഥാനത്തിന്റെ യാത്രാ സൌകര്യം വലിയ തോതിൽ മെച്ചപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ദരിദ്രർക്ക് സൌജന്യ വൈദ്യുതി നൽകുന്ന PM സൂര്യാഘർ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഗുണഫലം കേരളത്തിലെ ജനങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. केंद्र सरकार शहर के गरीब परिवारों के लिए भी PM आवास योजना के तहत देश में 4 करोड़ से अधिक घर बनाकर गरीबों को दिए गए हैं. इनमें शहरी गरीबों के लिए 1 करोड़ से अधिक घर बनाए गए हैं. केरला के करीब 1.25 लाख शहरी गरीबों को भी उनका पक्का घर मिला है. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാവിലെ 10:15 തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഓവർബ്രിഡ്ജിൽ നിന്ന് പരിപാടി നടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനം വരെ അദ്ദേഹം റോഡ് ഷോ നടത്തി. BJP പ്രവർത്തകർ വലിയ ആഘോഷമായാണ് ശ്രീ മോദിയെ സ്വീകരിച്ചത്. 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗര ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് അദ്ദേഹം പുറത്തിറക്കി. UPI-യുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പലിശരഹിത ക്രെഡിറ്റ് സൌകര്യം കച്ചവടക്കാർക്ക് പെട്ടെന്നുള്ള പണലഭ്യത ഉറപ്പാക്കുകയും ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. തിരുവനന്തപുരത്തെ CSIR NIIST ഇന്നൊവേഷൻ, ടെക്നോളജി ആൻഡ് എന്റർപ്രീനർഷിപ്പ് ഹബിന്റെ തറക്കല്ലിടലും വേദിയിൽ അദ്ദേഹം നിർവഹിച്ചു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിന് തറക്കല്ലിട്ട പ്രധാനമന്ത്രി പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസ് പുതിയ കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി MB രാജേഷ്, മേയർ VV രാജേഷ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. നാഗർകോവിൽ, മംഗലാപുരം, തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ചാർലപ്പള്ളി എന്നീ അമൃത് ഭാരത് എക്സ്പ്രസുകളുടെയും തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെയും ഫ്ളാഗ് ഓഫാണ് പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചത്. പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവും കൊച്ചുവേളിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി V സോമണ്ണയും പങ്കെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ സംഘടിപ്പിച്ച BJP പൊതുയോഗത്തിലും ശ്രീ മോദി സംബന്ധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ വിജയം നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. കേരളത്തിന്റെ മുഴുവൻ വികസനത്തിന് തിരുവനന്തപുരത്ത് നിന്ന് BJP തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുതിർന്ന BJP നേതാക്കളായ പ്രകാശ് ജാവ്ദേക്കർ, കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ, NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശേഷം പ്രധാനമന്ത്രി ചെന്നൈയിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് നഗരത്തിൽ കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ NDA സഖ്യകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. ചെന്നൈക്കടുത്തുള്ള മധുരാന്തകത്താണ് പൊതുയോഗം. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ഇന്ന് രാജ്യം പരാക്രം ദിവസ് ആചരിക്കുന്നു.
ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാട്ടം ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസവും ഐക്യവും പകർന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരാക്രം ദിവസിൽ പങ്കെടുക്കുന്നതിനായി ഏകദിന സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് രാവിലെ ഒഡീഷയിലെ ഭുവനേശ്വറിൽ എത്തി. നേതാജിയുടെ 129ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി കട്ടക്കിലെ ജാംഗിനാഥ് ഭവനിൽ സന്ദർശനം നടത്തി. കട്ടക്കിലെ നേതാജി ജന്മസ്ഥല മ്യൂസിയം സമുച്ചയത്തിന് സമീപം പുതുതായി നിർമ്മിച്ച ജില്ലാ സാംസ്കാരിക കെട്ടിടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് ഊർജ്ജ പരിവർത്തനത്തിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ആഗോള മത്സരശേഷി കൈവരിക്കാനും വ്യവസായവൽക്കരണം സാധ്യമാക്കാനും സാധിക്കുന്നതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് പുനരുപയോഗ ഊർജ്ജ മേഖല മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. In last 2 years, we have installed 2.7 million households rooftop. So we are targeting 10 million. When 10 million is completed, it will be completed by maybe around 27, almost 27. That at that time we will generate 30 gigawatt of the electricity only by this scheme. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായിരിക്കും. വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കാനാണ് ശ്രമമെന്ന് മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗതാഗത ആവാസ വ്യവസ്ഥയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ധാരണയായി. ദാവോസിൽ ഇന്നലെ നടന്ന ലോക സാമ്പത്തിക ഫോറത്തോടനുബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തിയ സിവിൽ ഏവിയേഷൻ മന്ത്രി K രാമോഹൻ നായിഡു സുസ്ഥിര വ്യോമയാന ഇന്ധനം പോലുള്ള നൂതന ആശയങ്ങളിലാണ് യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് പറഞ്ഞു. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് കഴിഞ്ഞു. ദേശീയ തലസ്ഥാന മേഖലയോടടുത്തുള്ള ഹരിയാന ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ മേഖലയിൽ തന്ത്രപരമായ പ്രാധാന്യമാണ് വഹിക്കുന്നത്. ഹരിയാനയുടെ വികസനമാണ് ഇന്ന് പ്രഗതി പ്രത്യേക പരമ്പരയിൽ. ഹരിയാനയിൽ പദ്ധതി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട PMG ചട്ടക്കൂടിന് കീഴിൽ 6.38 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള 112 പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ 26 പദ്ധതികൾ പ്രഗതിയുടെ മേൽനോട്ടത്തിലാണ്. ഇതിൽ 57 കമ്മീഷൻ ചെയ്തു. 55 എണ്ണത്തിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൃത്യമായ നിരീക്ഷണത്തിലൂടെ കണക്ടിവിറ്റി, ലോജിസ്റ്റിക്സ് കാര്യക്ഷമത, ടെലികോം വിപുലീകരണം, ആരോഗ്യം ഉൾപ്പെടെ ഹരിയാനയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന് പ്രഗതി സംരംഭം നിർണായക പങ്കാണ് വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യ ന്യൂസിലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മുതൽ റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ആദ്യ കളിയിൽ 48 റൺസിന്റെ മിന്നുന്ന ജയം നേടിയ ടീം ഇന്ത്യ 5 മത്സര പരമ്പരയിൽ ആധിപത്യം തുടരാൻ ഉറച്ചാണ് ഇന്നിറങ്ങുക. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് കൊച്ചിയിൽ ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ 3ാം യോഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്നുവരെ അറിയിക്കാം. 2027 സെൻസസിന്റെ ആദ്യഘട്ടം ഈ വർഷം ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ഇതിന്റെ ഭാഗമായി പൌരന്മാരിൽ നിന്നും ലഭിക്കേണ്ട 33 പ്രധാന വിവരങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ദരിദ്രരുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണഫലം കേരളത്തിലെ ജനങ്ങൾക്കും ലഭിച്ചതായി പ്രധാനമന്ത്രി. കേരളത്തിന് അനുവദിച്ച അമൃത് ഭാരത് എക്സ്പ്രസുകൾ ഉൾപ്പെടെ 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതിയ ട്രെയിനുകൾ സംസ്ഥാനത്തിന്റെ യാത്രാ സൌകര്യം വലിയ തോതിൽ മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ഇന്ന് രാജ്യം പരാക്രം ദിവസ് ആചരിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് ഒഡീഷയിൽ നടക്കുന്ന പരിപാടിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും.
ഗതാഗത ആവാസ വ്യവസ്ഥയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ധാരണയായി. ഇന്ത്യ ന്യൂസിലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റായ്പൂരിൽ നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.